കുറ്റബോധം നിങ്ങളെ ശിക്ഷിക്കും, എന്നാൽ പശ്ചാത്താപം നിങ്ങളെ മാറ്റും. ഈ വീഡിയോ സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്ക് സ്വാഗതം. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു തിരിച്ചറിവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാരം താഴെ വെക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഞാനൊരു ചോദ്യം ചെയ്യട്ടെ, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റ് വർഷങ്ങളായി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരാളോട് പറഞ്ഞൊരു വാക്ക്, ഒരു തെറ്റായ തീരുമാനം, ഒരു ബിസിനസ് പരാജയം, ഒരു ബന്ധം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇന്ന് തോന്നുന്ന എന്തെങ്കിലും. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. ആ സംഭവം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും അവിടെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഈ കാലത്തിലല്ല, വർത്തമാനകാലത്തിലല്ല, ഭൂതകാലത്തിലാണ്. ഇതിൻ്റെ പേരാണ് കുറ്റബോധം. കുറ്റബോധം എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങളെ വീണ്ടും വീണ്ടും അതേ ദിവസത്തിലേക്ക് കൊണ്ടുപോകും. അതേ തെറ്റ് വീണ്ടും ഓർമ്മിപ്പിക്കും, നിങ്ങളെ വീണ്ടും ശിക്ഷിക്കും, വീണ്ടും പറയും നിങ്ങൾ മോശം മനുഷ്യനാണ്, നിനക്കൊന്നും ഒരിക്കലും ക്ഷമയില്ല, മാപ്പില്ല, നീ സന്തോഷിക്കാൻ അർഹനല്ല. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറ്റബോധം ഒരിക്കലും ഒരു പുതിയ ജീവിതം നിർമ്മിക്കില്ല. അത് പഴയ ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഇരുത്തി നമ്മളെ കരയിപ്പിക്കും. പക്ഷേ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ വെറുതെ. പശ്ചാത്താപം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ തെറ്റ് ചെയ്തു, അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം, ഞാനതിന് പരിഹാരങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യും, ഇതിന് ഞാൻ പഠിക്കും, അടുത്ത തവണ ഇതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്തും. ഇതാണ് പശ്ചാത്താപം. ഇത് നിങ്ങളെ പിന്നിലേക്ക് വലിക്കില്ല, മുന്നോട്ട് നടത്തും. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കുട്ടി നടക്കാൻ പഠിക്കുകയാണ്, അവൻ വീണു. ഇപ്പോൾ 2 അധ്യാപകരുണ്ട്. ആദ്യത്തെ അധ്യാപകൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ വീണു, നീ നടക്കാൻ കൊള്ളാത്തവനാണ്, ഇനി ശ്രമിക്കേണ്ട. ഇതാണ് കുറ്റബോധം. രണ്ടാമത്തെ അധ്യാപകൻ പറഞ്ഞതെന്ന് വെച്ചാൽ നീ വീണു, എന്തുകൊണ്ടാണ് വീണത് നോക്കാം, വീണ്ടും എഴുന്നേൽക്കാം, അടുത്ത തവണ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. ഇതാണ് പശ്ചാത്താപം. ജീവിതം മുഴുവൻ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഈ 2 അധ്യാപകരിൽ ഒരാൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ ആരെയാണ് കേൾക്കാൻ പോകുന്നത്? ഇതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. ഞാൻ വർഷങ്ങളായി മനുഷ്യരോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. തെറ്റുകൾ ഒരിക്കലും മനുഷ്യരെ തകർക്കത്തില്ല. തെറ്റിനെക്കുറിച്ച് അവർ നിർമ്മിക്കുന്ന കഥകളാണ് അവരെ തകർക്കുന്നത്. ഞാൻ പരാജയപ്പെട്ടു, ഇതൊരു സംഭവമാണ്, ഞാൻ പരാജയമാണ് എന്ന തിരിച്ചറിയൽ, ഈ 2 വാചകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. പല മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ചെയ്ത തെറ്റ് അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അല്ല. ആ തെറ്റ് ചെയ്യാതിരിക്കാൻ നിങ്ങളെക്കൂടെ കഴിയില്ല, അതറിയോ? ഇപ്പോൾ ആദം ഒരു തെറ്റ് ചെയ്തില്ല. ആദം സ്വർഗത്തിൽ നിന്ന് ഒരു കനി കഴിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സ്വർഗത്തിൽ നിന്ന് ആ കനി ആദമിന് കഴിക്കാതിരിക്കാമായിരുന്നു എന്ന്? നോ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആ തെറ്റ് അത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ളത്. അപ്പോൾ തെറ്റിനെ നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് കാണരുത്. അത് നമ്മുടെ ജീവിതത്തിലൊരു സംഭവമാണ്. സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിക്കാനുള്ളതാണ്, അല്ല നമ്മൾ ആരാണെന്ന് തിരിച്ചറിയലല്ലാതെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ സീരീസിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കണ്ടോയെന്നറിയില്ല. പഴയ മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായിട്ട് ഇല്ലാതാകില്ല. പുതിയ മനുഷ്യനെ നമ്മൾ ഓരോ ദിവസവും പരിശീലിപ്പിക്കുന്നുണ്ട്. അതിനാൽ ചിലപ്പോൾ നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യനായി വരും, ചിലപ്പോൾ പഴയ ശീലം വീണ്ടും വരും. അപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടും. അപ്പോൾ ദയവായി സ്വയം വെറുക്കരുത്. ഇത് നിങ്ങളുടെ യാത്രയുടെ അവസാനമല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടും പരിശീലനത്തിലേക്ക് മടങ്ങി വരൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രത്യേകിച്ച് വലിയ ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്ന പ്രൊഫഷണൽസിനോടും സംരംഭകരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിക്ഷേപം നിങ്ങളുടെ കമ്പനിയല്ല, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ല, നിങ്ങളുടെ ബ്രെയിനാണ്. ആ ബ്രെയിൻ കുറ്റബോധത്തിൽ കുടുങ്ങിയാലും നിങ്ങളുടെ കഴിവിൻ്റെ പകുതി പോലും പുറത്തു വരില്ല. അതുകൊണ്ടാണ് IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിലും പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി പ്രവർത്തിക്കുമ്പോൾ അറിവ് നൽകുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിൽ കിടക്കുന്ന പഴയ ഭാരങ്ങൾ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് പഠിച്ച് ഊർജം വീണ്ടും വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശീലനങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത്. കാരണം ഭൂതകാലത്തിൽ കുടുങ്ങിയ മനസ്സിന് ഭാവി നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ഈ സീരീസ് ഇപ്പോൾ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു അപേക്ഷ മാത്രമാണ് പറഞ്ഞത്. ഇന്ന് രാത്രി 5 മിനിറ്റ് നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരിക്കണം. നിങ്ങൾ വർഷങ്ങളായി നിങ്ങളെ തന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തെറ്റിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. പിന്നീട് നിങ്ങളോട് തന്നെ ഈ 4 ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഞാൻ എന്താണ് ചെയ്തത്? അതിൽ നിന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ എന്ത് മാറ്റം വരുത്തും? ഈ ഭാരം ഇപ്പോൾ ഞാൻ താഴെ വെക്കാൻ തയ്യാറാണോ? ഈ 4 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അധ്യായം അവിടെ ആരംഭിക്കും. ഇനി ഈ സീരീസിലെ മുഴുവൻ സന്ദേശവും ഒരു വാചകത്തിൽ പറയാം: മനുഷ്യൻ പൂർണ്ണനല്ല, മനുഷ്യൻ പഠിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതിനാൽ നിങ്ങൾ തെറ്റ് ചെയ്താൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, കഴിയുന്നിടത്തോളം അത് പരിഹരിക്കുക, ആവശ്യമെങ്കിൽ ക്ഷമ ചോദിക്കുക, പഠിക്കുക, വീണ്ടും എഴുന്നേൽക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങളെ കുറ്റവാളിയാക്കരുത്. കാരണം കുറ്റബോധം നിങ്ങളെ ഭൂതകാലത്തിൻ്റെ തടവുകാരനാക്കും. പശ്ചാത്താപം നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കും. നമ്മുടെ യുദ്ധം അവസാനിച്ചിട്ടില്ല. നമ്മൾ അരക്കെട്ടിട്ട് ഒന്നുകൂടി ഉറപ്പിച്ച് ഇനിയുള്ള ഈ യുദ്ധം നമ്മളെ കുറ്റവാളിയാക്കിക്കൊണ്ടാവരുത്, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥ മാറ്റം, അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം.
താങ്ക്സ്.